പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണ് ഡോക്ടർമാർ ജീവരക്ഷ. സാക്ഷാൽ ദൈവങ്ങൾ തന്നെയാണ്. ദൈവം കഴിഞ്ഞാൽ പിന്നെ അവരാണ്. നമുക്കിപ്പം എന്തെങ്കിലും അത്യാഹിത സംഭവങ്ങൾ, ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളെങ്ങോട്ടോ ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് സാധാരണ ഹോസ്പിറ്റലായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് രക്ഷാമാർഗം 100% ഉറപ്പാണ്. ദൈവത്തിന് അവരുടെ കഴിവിൻ്റെ പഠനത്തിൻ്റെ 100% അവർ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ദൈവത്തിൻ്റെ കാര്യം, നമ്മുടെ ജീവരക്ഷാമാർഗം, ആ സത്യസന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 100% ചെയ്യുന്നതിന് ഡോക്ടർമാർ നമ്മളെ ദൈവം തന്നെയാണ്. പഠനത്തിൻ്റെ വിജയത്തിലാണല്ലോ സാധാരണ മനുഷ്യരെ രക്ഷിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വേണ്ടിയിട്ടും, ചില സാമ്പത്തിക ഉന്നമനം നേടാൻ വേണ്ടിയിട്ടും ചില ഡോക്ടർമാർ നമ്മളെ അന്ധരായി മാറേണ്ട സാഹചര്യവും വരുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഫീൽഡിലും നല്ലവരും മോശക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരോ സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ നീതി വിട്ട് കളിച്ച് പണം ഉണ്ടാക്കുന്ന ചില സമ്പ്രദായങ്ങൾ, അവിടെ ഒരു പക്ഷേ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർമാർ നമ്മുടെ ദൈവം തന്നെയാണ്, എന്നാൽ അതേ ഡോക്ടർമാർക്ക് മറ്റൊരു മുഖവും ഉണ്ട്. ഒരു പക്ഷേ ആ ഡോക്ടർമാരായിരിക്കില്ല, അവർ ഈ രീതിയിൽ പാസ്സായി വന്നിട്ടുള്ളവരാണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ അന്ധകരായി മാറും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാമ്പത്തിക മാർഗത്തിലോ ഏതെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലങ്ങളിൽ ഈ ജീവരക്ഷാ മാർഗങ്ങൾ, സർജറി, വിവാഹങ്ങൾ കുരങ്ങന്മാരിലും എലിയിലും മാക്രിയിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അത് ഇടത്തരക്കാരായിട്ടും അതിൽ താഴെയുള്ള പാവം മനുഷ്യരെയാണ് ഈ MBBS പഠിക്കുന്ന ലക്ഷക്കണക്കിന് റുപ്യ കൈക്കൂലി വാങ്ങിക്കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കാൻ സർജറിക്കും അനുവദിക്കുന്നത്. അത്തരത്തിൽപ്പെടുന്ന പലരുടെ വിധങ്ങളും ആപത്തുകളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകാം. പല എക്യുപ്മെൻറ്റ്സ്, സൂചി, അങ്ങനെയൊക്കെയുള്ള പല പല അപായങ്ങളും സംഭവിക്കുന്നതും നമ്മൾ വായിച്ചും കേട്ടിട്ടും അനുഭവമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇടത്തേക്കേക്ക് വരം, വലത്തേക്കേക്ക് വരം. പഠിക്കാൻ മറ്റുള്ള കുട്ടികളെ MBBS സർജറിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന മാർഗത്തിൽ പെട്ടുപോകുമ്പോൾ ലക്ഷങ്ങളുടെ മുഖത്തിൽ പെട്ടുപോകുന്ന ചില അപായങ്ങളാണ്. അപ്പോൾ ചോദിക്കാനും പറയാനും ഏത് ഭരണകൂടങ്ങളായാലും അവരും ഇതിന് ചോദിക്കാൻ തയ്യാറില്ല. കാര്യം ഡോക്ടർമാർക്ക് നിൽക്കുവാൻ പല മാർഗങ്ങൾ അവർ സ്വയം കണ്ടെത്തും.